എൻ്റെ പേര് അബ്ദുൾ റസാഖ്. എൻ്റെ സ്വദേശം കുന്നമംഗലത്താണ്. ഞാൻ ഡ്രൈവറായിരുന്നു. അന്ന് ഒരു ദിവസം വണ്ടിയിൽ പോകുന്ന വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ചെറിയൊരു നെഞ്ചുവേദന പോലെ ഇങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത. ഞാൻ ഗ്യാസ് കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നമാക്കിയില്ല. പിന്നീട് ശക്തിയായിട്ട് നല്ല വേദനകൾ കാര്യങ്ങൾ വന്നു. അങ്ങനെ ഞാൻ എഴുന്നേറ്റു, വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച അതിനുശേഷം പിന്നെ എനിക്ക് വലിയ ഓർമ്മയില്ല. ശാന്തി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയത്. ഞാനന്ന് നല്ലോണം പേടിച്ചിരുന്നു. ആ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എനിക്ക് വല്ലാതെ പേടി വന്ന സമയമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവർ ഹാൻഡിൽ ചെയ്ത ഭയങ്കരമായിട്ട് എനിക്ക് പേടിയൊക്കെ കുറേ കുറഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എവിടെ കറക്റ്റ് ഒന്ന് തൊട്ട് കാണിച്ച വേദന? ഇവിടെ. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ചെറുതായിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഷുഗറും ഉണ്ട് അല്ലേ? ഷുഗറിന് ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട്. വേറെ പ്രഷറും ഹാർട്ടിന് പ്രശ്നമൊന്നും മുമ്പ് വന്നിട്ടില്ലല്ലോ? അപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു മൈനർ അറ്റാക്കാണ്. പെട്ടെന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കാർഡിയോളജിയുടെ നിയന്ത്രണത്തിലുള്ള ICU ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത പ്ലാന് ഒരു കാത്തലാബ് ഫെസിലിറ്റിയും കാർഡിയാക് സർജറി ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് റെഫറൽ തീർത്തും ഒഴിവാക്കാനുള്ള ഒരു പ്ലാനാണ് ഹോസ്പിറ്റലിനുള്ളത്. രണ്ടാമതായിട്ട് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നിയോനറ്റോളജി അടങ്ങുന്ന പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഒരുവിധം എല്ലാവിധ കേസുകളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പേഴ്സണാലിറ്റിയുടെ ചികിത്സയായിട്ട് വന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 22 കൊല്ലമായി. 2 കൊല്ലമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. ലാസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായത്. അന്ന് വൈഫ് പ്രസവിച്ചു. 9 മാസത്തോളമായിട്ട് ഇവിടെ തന്നെ താമസിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ 18 കൊല്ലത്തോളമായി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ആളാണ്. സാമ്പത്തികമായി നോക്കുകയെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഒരു എക്കണോമിക്കലായിട്ടുള്ളൊരു റേഞ്ചാണ് ഇവിടേക്ക് ഫീൽ ചെയ്തത്. ഒരു ക്ലിനിക്ക് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ ശാന്തി ഹോസ്പിറ്റൽ തറക്കല്ലിടുന്നത് സ്ഥാപിച്ചതും. പിന്നെ ദൈവാനുഗ്രഹത്താൽ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, ട്രസ്റ്റ് അംഗങ്ങളുടെ ആത്മാർത്ഥതയും കാരണം ഇതിങ്ങനെ വളർന്ന് വലുതായി വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വണ്ടി ട്രാക്കിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സൗണ്ട് കേൾക്കണം നമ്മളെ ശാന്തി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ആളുകളൊക്കെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞ ചെക്കന്മാർ ആ വണ്ടി എടുക്കുക. നമ്മൾ പോയി നോക്കാറ്. ഞങ്ങൾ വണ്ടി എടുത്ത് പോകുമ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നായിട്ട് സുഹൃത്ത് ഞങ്ങളെ വണ്ടിയിലാൻ പറഞ്ഞു അത് അങ്ങോട്ട് നോക്കിയാന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഇയാൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. തീർച്ചയായിട്ടും പിന്നെ പഠിച്ചോനല്ലേ. 18 സെക്കൻഡ് ടൈമേ അയാൾക്ക് ഉള്ളായിരുന്നു. അത്ര പെട്ടെന്ന് ആളുകൾക്കും ഹോസ്പിറ്റലിനും ഇത് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നുള്ളത്. ഇപ്പോൾ 14 കൊല്ലം ഇന്നും ജീവിച്ചിട്ടുണ്ട് അയാൾ. അച്ഛനോ പോയി വന്നു. ഇവിടുത്തെ ഡോക്ടർമാരുടെ ആത്മാർത്ഥതയും നാട്ടുകാരുടെ സഹകരണവും ഒക്കെ അങ്ങ് ഒത്തുകൂടിയപ്പോൾ പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം
അത് അത്ഭുതകരമായ ഒരു സംഭവമായി മാറി. പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ശാന്തി ഹോസ്പിറ്റലിലെ അണ്ടറിൽ നടക്കുന്ന ശാന്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടത്തി വരുന്നുണ്ട്. ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാപനം തുടക്കം മുതൽ ഇന്ന് വരെ അവസാനം വരേക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യന്മാർക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇതിൻ്റെ സേവനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നിലമ്പൂർ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, കുറ്റ്യാടി പേരാമ്പ്ര ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് നല്ല എല്ലാം കൊണ്ടും നല്ലൊരു അഭിപ്രായമാണ് അവർ നമ്മളോട് പറഞ്ഞ് കേൾക്കാറുള്ളത്. നമുക്ക് ഓമശ്ശേരി ആയത് ഈ സ്ഥാപനം വന്നതിന് ശേഷം തന്നെ അത് തീർത്ത് പറയാം. ഇവിടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ 10-15ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തന്നെ വളരെ തിരക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ മലയോര മേഖലകൾ, കോഴിക്കോട് ജില്ലയിലെ ഈ മലയോര മേഖലയിൽ നിന്ന് വരുന്ന പേഷ്യൻസിന് ഒരു റെഫറൽ ഹോസ്പിറ്റലായിട്ടുള്ള ഏക ഹോസ്പിറ്റലാണ് ശാന്തി ഹോസ്പിറ്റൽ. എല്ലാവിധ കോംപ്ലക്സ് സർജറിയും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്കിനി അടുത്തായിട്ട് വേണ്ടത്. ടൗണിലൊക്കെ പല നിലക്കും സാമ്പത്തികമായി അത് നേരിടാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ആ നിലക്ക് അവർക്ക് സഹായമായി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ തന്നെ, ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവുക എന്നത് നമ്മൾ വലിയൊരു ആഗ്രഹമായി ആണ്. പ്രത്യേകിച്ച് മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അവർ സ്വീകരിക്കാൻ കഴിയുന്നില്ല. നിർബന്ധമായും വികസന പ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെക്കേണ്ട ഒരവസ്ഥ നിർബന്ധമായും വന്നു. ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ കുന്നാലത്തെ ഈ ഭാഗത്ത് ഉള്ളത് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വലിയ ഓരോരോ സംവിധാനങ്ങൾ വരുമ്പോൾ ആ ചികിത്സ ചെയ്യാൻ കഴിയുമല്ലോ. ആളുകൾക്ക് ആശ്രയിക്കാൻ ഈ പ്രദേശത്തുള്ള ആകെ ഒരു സ്ഥാപനം ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരി മാത്രമാണ്. രോഗികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കും. അത് എത്രയും പെട്ടെന്ന് വന്നാൽ നന്നായിരുന്നു. ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു സംഗതിയാണത്. ജനസേവനം, ദൈവാരാധന എന്നൊരു ലക്ഷ്യം, ഈ സന്ദേശമാണ് നമ്മൾ മറ്റുള്ളവർക്കും കൈമാറുന്നത്.